ഹലോ എവരി വൺ. HDFC ബാങ്കിന്റെ പരിവർത്തൻ ECSS സ്കോളർഷിപ്പ് 2025-26 അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. 1ാം ക്ലാസ് മുതൽ PG വരെ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഇതിൽ അപേക്ഷിക്കാവുന്നതാണ്. 1 മുതൽ +2 വരെ പഠിക്കുന്നവർ, അതുപോലെ തന്നെ ഡിപ്ലോമ, പോളിടെക്നിക്, അതുപോലെ ITI കോഴ്സുകൾ പഠിക്കുന്നവർ, ഡിഗ്രി പഠിക്കുന്നവർ, PG പഠിക്കുന്നവർ തുടങ്ങി പഠിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. മിനിമം 55% മാർക്ക് കഴിഞ്ഞ എക്സാമിനുള്ള എല്ലാ കുട്ടികൾക്കും ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 75,000 രൂപ വരെയാണ് ഇതിന് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് മിനിമം 55% മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ മെറിറ്റ് കം നീഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണിത്. ഇതിന് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന്റെ ക്രൈറ്റീരിയകൾ താഴെ പറയും പ്രകാരമാണ്. 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾ, ITI, പോളിടെക്നിക്, അതുപോലെ ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കുന്നവർ, ഡിഗ്രി പഠിക്കുന്നവർ, PG പഠിക്കുന്നവർ തുടങ്ങിയവർ കഴിഞ്ഞ എക്സാമിന് 55% മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ വരുമാന പരിധി, നിങ്ങളുടെ പാരൻസിന്റെ വരുമാന പരിധി 2.5 ലക്ഷത്തിന് മുകളിൽ ഉയരാൻ പാടില്ല എന്നൊരു നിബന്ധന ഉണ്ട്. അതുപോലെ തന്നെ ഫൈനാൻഷ്യലി പിറകിൽ നിൽക്കുന്നവര്, അതുപോലെ കഴിഞ്ഞ 2-3 വർഷത്തിനിടയിലായിട്ട് കുടുംബത്തിൽ എന്തെങ്കിലും ക്രൈസിസ് സംഭവിച്ച തുടങ്ങിയ കുട്ടികൾക്ക് കൂടുതൽ മുൻതൂക്കം ലഭിക്കുന്നതായിരിക്കും. ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കുള്ള ക്രൈറ്റീരിയ ആണ് ഞാൻ ആദ്യം പറയുന്നത്. അതായത് BCom, BSc, BA, BCA, അതുപോലെ തന്നെ മറ്റുള്ള കോഴ്സുകൾ ചെയ്യുന്നവർ, പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്നവർ, BTech ചെയ്യുന്നവർ, MBBS, അതുപോലെ തന്നെ LLB, BArc, നഴ്സിംഗ് തുടങ്ങിയവ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോളേജിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ചെയ്യുന്നവർക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മിനിമം 55% അവർക്ക് ആവശ്യമുണ്ട്. 2.5 ലക്ഷം വരുമാന പരിധി കവിയാൻ പാടില്ല. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ കുടുംബത്തിൽ വല്ല ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്യുക. അവർക്ക് കൂടുതൽ പ്രിഫറൻസ് ലഭിക്കുന്നതാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനുള്ള ക്രൈറ്റീരിയ ആണ് അടുത്തതായിട്ട് പറയുന്നത്. അവർ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ പഠിക്കുന്നവരായിരിക്കണം. അതുപോലെ തന്നെ ജനറൽ കോഴ്സുകളായിട്ടുള്ള MCom, MA എന്നിവ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സുകളായിട്ടുള്ള MTech, MBA പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മിനിമം 55% മാർക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ആനുവൽ ഇൻകം 2.5 ലക്ഷത്തിൽ കവിയാൻ പാടില്ല. ഇതിന്റെ സ്കോളർഷിപ്പിനുള്ള തുക എന്ന് പറയുന്നത് 1 മുതൽ 6 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് 15,000 രൂപയാണ്. അതുപോലെ തന്നെ 7 മുതൽ 12 വരെ പഠിക്കുന്നവർ, ഡിപ്ലോമ, ITI, അതുപോലെ തന്നെ പോളിടെക്നിക് പഠിക്കുന്നവർക്ക് 18,000 രൂപയാണ് സ്കോളർഷിപ്പ്. അതുപോലെ തന്നെ ജനറൽ ആയിട്ട് ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് 30,000 രൂപയാണ് സ്കോളർഷിപ്പ്. അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ട് ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് 50,000 രൂപയാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള PG പഠിക്കുന്ന കുട്ടികൾക്ക് 35,000 രൂപയും, പ്രൊഫഷണൽ ആയിട്ട് PG ചെയ്യുന്ന കുട്ടികൾക്ക് 75,000 രൂപ വരെയാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. ഇതിന്റെ അപ്ലൈ ചെയ്യാനുള്ള പോർട്ടൽ അല്ലെങ്കിൽ വെബ്സൈറ്റ് അഡ്രസ്സ് ഞാൻ ഈ വീഡിയോയുടെ താഴെയും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും നൽകുന്നതാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 31, 2025 ഓഗസ്റ്റ് 31. അതിനുള്ളതായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ താഴെ പറയുന്നത് വേണം. ഒന്ന്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. രണ്ടാമത്തത് മുന്നത്തെ വർഷത്തെ മാർക്ക് ഷീറ്റ്. അതുപോലെ തന്നെ ഐഡന്റിറ്റി പ്രൂഫ്, ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ID, ഡ്രൈവിംഗ് ലൈസൻസ്. അതുപോലെ തന്നെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിലെ പ്രൂഫ്, ഒന്നുകിൽ ഫീ റെസിപ്റ്റ്, അല്ലെങ്കിൽ അഡ്മിഷൻ ലെറ്റർ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ID കാർഡ്, അല്ലെങ്കിൽ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്. അങ്ങനെ ഏതെങ്കിലും ഒരു അപേക്ഷ ഫോം ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നവരുടെ പാസ്ബുക്ക്, ബാങ്കിന്റെ പാസ്ബുക്ക്, അതുപോലെ തന്നെ ക്യാൻസൽഡ് ചെക്ക് നിങ്ങൾക്ക് അപേക്ഷയുടെ കൂടെ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വരുമാനത്തിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഒന്നുകിൽ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് കൗൺസിലർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ നൽകുന്ന ഇൻകം പ്രൂഫ്, അല്ലെങ്കിൽ DMO അല്ലെങ്കിൽ CO, തഹസിൽദാർ തുടങ്ങിയവർ നൽകുന്ന ഇൻകം പ്രൂഫ്, അല്ലെങ്കിൽ അഫിഡവിറ്റ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ ഫാമിലി ക്രൈസിസ് എന്തെങ്കിലും കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫോം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൂഫ് നിങ്ങൾ വെക്കേണ്ടതാണ്. ഇതിന് 4 സ്റ്റെപ്പുകളായിട്ടാണ് ഈ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നാമതായിട്ട് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിലവിൽ ഉള്ള കുട്ടികൾ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതാണ്. രണ്ടാമത് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യുന്നതാണ്. മൂന്നാമത് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഇന്റർവ്യൂ നടത്തിയിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റ്സുകൾ നേരിട്ട് വെരിഫൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഫൈനലായിട്ടുള്ള
ആർക്കൊക്കെയാണ് അവാർഡ് കിട്ടിയത് എന്നുള്ളത് പിന്നീട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഓഗസ്റ്റ് 31 മുമ്പായിട്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുക. നിങ്ങൾക്ക് ഇത് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ആവശ്യമുള്ളവർക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുക, ഇതിന്റെ ലിങ്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ സ്കോളർഷിപ്പ് തുക ഒന്നുകൂടി ഞാൻ പറയാം. സ്കൂൾ 1 മുതൽ 6 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് 15,000 രൂപ, 7ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഡിപ്ലോമ ITI പോളിടെക്നിക് തുടങ്ങിയ പഠിക്കുന്നവർക്ക് 18,000 രൂപ, അതുപോലെ തന്നെ ഡിഗ്രി കോഴ്സ് പഠിക്കുന്നവർക്ക് 30,000 രൂപയാണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ചെയ്യുന്നവർക്ക് 35,000 രൂപ, പ്രൊഫഷണൽ ആയിട്ടുള്ള ഡിഗ്രി കോഴ്സ് ചെയ്യുന്നവർക്ക് 50,000 രൂപയാണ്, അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നവർക്ക് 75,000 രൂപയാണ്. അതുകൊണ്ട് ഇത് മറക്കാതെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇതിന്റെ അപ്ലൈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. മറ്റുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആവശ്യമുള്ള കുട്ടികളിലേക്ക് ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.